40-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഒന്നാമത്തെ വായന ഈ വചനം ജീവിച്ചൊരു മനുഷ്യനെ കാണിച്ചു തരും നമുക്ക്. ജെഫ്തയാണ് സർവ്വസൈന്യാധിപനായി, ഇസ്രായേലിൻ്റെ സർവ്വസൈന്യാധിപനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഈ മനുഷ്യൻ യുദ്ധം ചെയ്യാൻ പോകുന്ന നേരത്ത് പറയുന്നുണ്ട്, ഇവരെ കീഴടക്കാനായി അങ്ങൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ വിജയിച്ച് ഞാൻ തിരിച്ചു ചെല്ലുന്ന നേരത്ത് എൻ്റെ കൊട്ടാരവാതിൽക്കൽ ആരാണോ നിൽക്കുന്നത് അവനെ ഞാൻ നിനക്ക് നേർച്ചയായി നൽകും. തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നത് സ്വന്തം മകള് ആഹ്ലാദാരവങ്ങളോടുകൂടി തൻ്റെ അപ്പൻ്റെ വിജയം ആഘോഷിക്കാനായി തൻ്റെ മുൻപിൽ വന്ന് നിൽക്കണതാണ്. വചനത്തിന്റെ അവസാനം, ഇന്നത്തെ 1-ാമത്തെ വായനയുടെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. അതായത് കർത്താവിന് ബലി കൊടുക്കുന്നുണ്ട് സ്വന്തം മകളെ. കർത്താവ്, ഇത് അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഇങ്ങനെ സ്വന്തം മകളെ പോലും വിട്ടുകൊടുക്കാനായി തയ്യാറാകുന്ന ഒരപ്പനെ 1-ാമത്തെ വായനയിൽ വായിക്കുമ്പോൾ, കർത്താവ് ഒരുക്കിയ വിരുന്നിന് വരാതെ ഇങ്ങനെ വ്യാപാരത്തിനും ചന്തയിലേക്കുമൊക്കെ പൊയ്ക്കളയുന്ന മനുഷ്യരെ, നേരെ വിപരീത ദിശയിൽ നടക്കുന്ന മനുഷ്യരെ സുവിശേഷത്തിൽ കർത്താവ് ഉപമയിലൂടെ നമുക്ക് കാണിച്ചു തരും. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു എന്നാണ് വചനം പറയണത്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണം. ചില മനുഷ്യരിങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ കൊടുക്കാനായി തയ്യാറായി നിൽക്കും. പ്രിയപ്പെട്ടതെല്ലാം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ മറ്റു ചിലര് അവനെ ഇങ്ങനെ പാടെ അവഗണിച്ച് കളയുന്ന രീതി കാണും. വലിയ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കപ്പെട്ട വിരുന്നിലേക്ക് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ചല്ലാതെ ഒരാൾ കടന്നു വരുന്നത് കൂടെ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുക. നിന്റെ വിവാഹ വസ്ത്രം എവിടെയെന്ന് ചോദിച്ചു. നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരും ചെയ്ത സൽപ്രവർത്തികളുടെ വെള്ളവസ്ത്രം ധരിച്ചിട്ട് വേണം കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാതെ, കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാതെ അവിടത്തോടൊപ്പം എങ്ങനെയാണ് നമ്മളൊരു വിരുന്നിൽ പങ്കുചേരുക, അവനെ പ്രസാദിപ്പിക്കുക? കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് വിട്ടുകൊടുക്കാൻ പഠിച്ചു തുടങ്ങണം.